യേശു വന്നിടും, എന്റെ യേശു വന്നിടും. വാനമേഘത്തേരിലേറി യേശു വന്നിടും. യേശു വന്നിടും, എന്റെ യേശു വന്നിടും. വാനമേഘത്തേരിലേറി യേശു വന്നിടും. ഗംഭീര ധ്വനി മുഴക്കി വന്നിടും പ്രിയൻ. ദൂതശ്രേഷ്ഠ നാദവും മുഴക്കിടും. ഗംഭീര ധ്വനി മുഴക്കി വന്നിടും പ്രിയൻ. ദൂതശ്രേഷ്ഠ നാദവും മുഴക്കിടും. യേശു വന്നിടും, എന്റെ യേശു വന്നിടും. വാനമേഘത്തേരിലേറി യേശു വന്നിടും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാടുവാഴിയായ പീലാത്തോസ് ബരബ്ബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്ക് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിനു ശേഷം യേശുവിനോട് ചെയ്ത ക്രൂരമായ പ്രവൃത്തി മത്തായി 27 മുതലുള്ള വാക്യങ്ങളിൽ ചേർത്തിരിക്കുന്നു. യേശുവിൻ്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം പടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്തു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു. തലയിൽ വെച്ച മുൾക്കിരീടത്തിൽ ആഞ്ഞടിച്ചതിൻ്റെ ഫലമായി മുള്ളുകൾ തലയിൽ ആഴത്തിൽ ഇറങ്ങുകയും രക്തം ഒഴുകുകയും ചെയ്തു. ഏകദേശം 1.5 ഇഞ്ചിലധികം നീളമുള്ള കൂർത്ത മുള്ളുകളാൽ നിറഞ്ഞ മുൾച്ചെടിയുടെ വള്ളികൾ കൊണ്ടാണ് മുൾക്കിരീടം ഉണ്ടാക്കുന്നത്. ഈ മുൾക്കിരീടത്തിൽ ആഞ്ഞടിച്ചതിനാൽ തലയിലുണ്ടായ മുറിവുകളിൽ നിന്ന് ധാരധാരയായി രക്തം ഒഴുകുന്ന കർത്താവിൻ്റെ ശിരസിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. മുൾക്കിരീടം ധരിച്ച യേശുവിൻ്റെ ശിരസ്. മുള്ളി ശാപത്തിൻ്റെ ചിഹ്നമാണ്. അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ്റെ മേലുണ്ടായ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ മുള്ളും പറക്കാരെയും മുളച്ചത്. ഉൽപ്പത്തി 3:18. അങ്ങനെയെങ്കിൽ യേശു മുൾക്കിരീടം ധരിച്ചതിൽ കൂടി നമ്മുടെ മേലുണ്ടായിരുന്ന ശാപം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശുമേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. 2 കൊരിന്ത്യർ 5:21. പാപത്തിൻ്റെ ഫലമായി നാം ഏൽക്കേണ്ടിയിരുന്ന വലിയ ശിക്ഷയായ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും നൽകിയത്. അതാണ് യേശു മുൾക്കിരീടം ധരിച്ചതിൽ കൂടി നമുക്ക് ലഭിച്ച അനുഗ്രഹം. മുൾ കഷ്ടതയുടെ പ്രതീകമാണ്. കർത്താവിൻ്റെ പാത കുരിശിൻ്റെ പാതയായിരുന്നു. അതാണ് മുൾക്കിരീടം സൂചിപ്പിക്കുന്നത്. അവനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന ഏവരുടെയും പാത ഇത് തന്നെയാണ്. സഹനത്തിൽ കൂടി മാത്രമേ ഉന്നത അനുഭവത്തിൽ എത്തിച്ചേരുകയുള്ളൂ. ക്രിസ്തുയേറ്റ കഷ്ടത 3-ാം ദിനത്തിൽ അവൻ്റെ പുനരുത്ഥാനത്തിൽ കൂടി ആഹ്ലാദത്തിൻ്റെ അനുഭവമായി മാറി. കഷ്ടത ആശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് ക്രൂശ് ഓർപ്പിക്കുന്നു. ഇപ്പോൾ മുൾക്കിരീടം ധരിച്ചവനായ യേശുവിൻ്റെ ശിരസിൽ യോഹന്നാൻ തനിക്കുണ്ടായ ദർശനത്തിൽ കാണുന്നത് പൊൻകിരീടമാണ്. വെളിപ്പാട് 14:14 വാക്യം. പിന്നെ ഞാൻ വെളുത്ത ഒരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. ഇത് യുഗാന്ത്യത്തിലേക്കുള്ള വെളിച്ചം വീശുന്ന കാഴ്ചയാണ്. പൊൻകിരീടം ധരിച്ച് യേശുവിൻ്റെ ദർശനം നൽകിക്കൊണ്ട് പീഡനം അനുഭവിക്കുന്ന തൻ്റെ ജനത്തിൽ ലഭിക്കുവാൻ പോകുന്ന പ്രത്യാശയും ധൈര്യവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവിന് ഇഹലോക ജീവിതത്തിൽ തലചായ്പാൻ ഇടമില്ലായിരുന്നു. അവൻ്റെ യൗവനപ്രായത്തിൽ മുൾക്കിരീടം ധരിച്ച് ക്രൂശിൽ തറച്ചു. എന്നാൽ ഇതാ അവൻ സകല ദുഷ്ടശക്തികളെയും തകർത്തുകൊണ്ട് മരണത്തെ ജയിച്ച് പൊൻകിരീടധാരിയായി മേഘത്തിന്മേൽ ഇരിക്കുന്നു. പൊൻകിരീടം രാജാധികാരത്തിൻ്റെ ചിഹ്നമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18. പത്രോസ് പറയുന്നത്, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 3:22. യേശു തൻ്റെ 1-ാം വരവിൽ കഷ്ടതയും വേദനയും ഏറ്റ് ക്രൂശിന്മേൽ തൂക്കപ്പെട്ടുവെങ്കിൽ ഇനിയും ഇതാ അവൻ രാജാതിരാജാവായി വരുവാൻ പോകുന്നു.
യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. ഈ വിധത്തിൽ ചേർക്കപ്പെടുന്ന എണ്ണിക്കൊള്ളാത്തൊരു മഹാപുരുഷാനം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. വെളിപ്പാട് 7:9. ഈ മഹാപുരുഷാരത്തോടൊപ്പം കാണപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവനെ രാജാവായി സ്വീകരിക്കണം. അവനേറ്റ ക്രൂശ് സ്വീകരിപ്പാൻ തയ്യാറാകണം. യേശു രാജാവായി അധികം താമസമെന്യേ മേഘങ്ങളിൽ വരും. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരുവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ, വരുവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ. അതെ, നമ്മുടെ കർത്താവ് അധിക താമസമിന്യേ വരും. അന്ന് അവനോടൊപ്പം കാണുവാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ ആശ്രയം നമുക്ക് വയ്ക്കാം. കർത്താവേ, പൊൻകിരീടധാരിയായി വരുന്ന അങ്ങയോടൊപ്പം കാണപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ കാഹളം ധ്വനിച്ചിടും നേരം ദൈവമക്കൾ വിണ്ണിലേറും പ്രാക്കൾ തുല്യരാ. ദൈവത്തിന്റെ കാഹളം